പുതിയ സിനിമയായ ഞാൻ സംവിധാനം ചെയ്യുമെന്ന സിനിമയുടെ നായിക ഗായത്രിയാണ് ഇന്ന് നമ്മളോടൊപ്പം. ഹായ് ഗായത്രി. ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമയിൽ പുതിയതായി വരുന്ന അത് നായികമാർക്കൊക്കെ ഗായത്രിയോട് അസൂയായിരിക്കും. കാര്യം മറ്റേതൊക്കെ സ്ക്രീൻ അപ്പിയറൻസിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന പുതുമുഖ നായിക. ഇതൊരു ഫംഗ്ഷനിലാണ് ലോഞ്ച് ചെയ്തത്. ഗായത്രിയെ പരിചയപ്പെടുത്തുന്ന ഒരു ശരിക്കും അന്ന് മുതൽ എനിക്ക് തോന്നുന്നു ആ ഫംഗ്ഷന് വന്നവർക്കെല്ലാം ഈവൻ എനിക്ക് പോലും എൻ്റെ മനസ്സിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഗായത്രി എന്നുള്ള പേരാണ്. ഇപ്പൊ എത്ര പേര് ഗായത്രി എന്നാണ്? ഇപ്പൊ എനിക്ക് തോന്നുന്നു അന്നത്തതിന് ശേഷം ഒരുപാട് പേര് ഗായത്രി ആയല്ലേ, ശ്രീധന്യ തന്നെ ആണോ എന്നൊക്കെ ചോദിച്ച് പലരും അങ്ങനെ കൺഫേം ചെയ്ത് വെച്ചാൽ അറിയാൻ വേണ്ടി. അപ്പൊ ഞാൻ എല്ലാവരോടും പറഞ്ഞു അതെ ഇപ്പൊ ഗായത്രി ആണ്. ശ്രീധന്യ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ക്യാരക്ടർ ചെയ്തിട്ട് എന്തായാലും ആരുടെയും മനസ്സിൽ പതിഞ്ഞിട്ടൊന്നും ഇല്ല ഇതുവരെ. അപ്പൊ ഗായത്രി ആയിട്ട് എനിക്ക് തോന്നുന്നു, കാരണം അത്രയ്ക്കും ഡെപ്തുള്ളൊരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. എനിക്ക് അതിനോടൊരു സ്നേഹമുണ്ട്, ഒരു വിശ്വാസമുണ്ട്. അപ്പൊ ഗായത്രി തന്നെ അങ്ങോട്ട് തുടരാമെന്ന് വിചാരിച്ചു. എന്താണ് ഗായത്രിക്ക് ആദ്യമായിട്ട് മേനോൻ ചേട്ടൻ്റെ എന്നൊരു കോള് കിട്ടുന്നത്? ആക്ച്വലി പെട്ടെന്ന് ഒരു ദിവസം എനിക്ക് മെസ്സേജ് വരിക ചെയ്തത്, കോൾ ബാക്ക് അറ്റ് 2 PM ബാലചന്ദ്ര മേനോൻ ഫിലിം മേക്കർ, ഫിലിം ഡയറക്ടർ എന്ന് പറഞ്ഞൊരു മെസ്സേജ് വരിക ചെയ്തത്. പക്ഷെ എനിക്കിത് അറിയില്ലല്ലോ. ഞാനപ്പോൾ ഇത് ആരാന്നറിയാതെ ആദ്യം ട്രൂ കോളറിലൊക്കെ ഇട്ട് നോക്കി, പിന്നെ വാട്സപ്പിലിട്ട് നോക്കി, വാട്സപ്പിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ സാറിൻ്റെ പിക്ചർ കണ്ടു. അപ്പോൾ ഏകദേശം എനിക്ക് ഉറപ്പായി ആയിരിക്കുന്നു. പക്ഷെ അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം അങ്ങനെ അത്രയും വലിയൊരു ഡയറക്ടർ എന്നെ ഡയറക്റ്റായിട്ട് അപ്രോച്ച് ചെയ്ത് വിളിക്കുക എന്നൊക്കെ പറയുമ്പോഴേ അങ്ങനെ ആരും ഇതുവരെ ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ അത് പേടിയും ടെൻഷനും ആകാംക്ഷയും എല്ലാം ഉണ്ട്, എന്തിനാണെന്നറിയില്ലല്ലോ. അപ്പോൾ ഞാൻ വിളിച്ചു, 2 മണി കറക്റ്റ് നോക്കിയിരുന്ന് വിളിച്ചു 2 മണിക്ക് സാറിനെ. അപ്പോൾ സാറ് പിന്നെ അപ്പോൾ എന്തോ തിരക്കിലായിരുന്നു, പിന്നീട് തിരിച്ചു വിളിച്ചു സാറ്. അപ്പം ഇങ്ങനെ കാര്യം പറഞ്ഞു മൂവിയുടെ. അങ്ങനെ ഉറപ്പായിട്ടല്ല, പക്ഷെ സാറിന് ആ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊണ്ട് ആ ഈ പർട്ടിക്കുലർ ക്യാരക്ടറിന് ഞാൻ ആപ്റ്റാണെന്ന് തോന്നുന്നു. പിന്നെ ഇങ്ങനെ ഏഷ്യാനെറ്റ് ന്യൂസിലെ ഒരു ഇന്റർവ്യൂ കണ്ടിട്ടാണ് സാറ് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്ത് നമ്പർ എടുത്തൊക്കെ വിളിച്ചു. ജയറാമിന് മേനോൻ എൻ്റെ അടുത്ത് വന്നു, ഞങ്ങളുടെ സിനിമയിലെ നായിക ഒരു ആങ്കറാണ് ആയിരുന്നു, അപ്പോൾ ഞാനത് കണ്ടിട്ടാണ് ജയറാമിനെ ഇന്റർവ്യൂ ചെയ്യുന്ന കണ്ടാണ് ഞാൻ വിളിച്ചതെന്നൊക്കെ പറഞ്ഞു. അതെന്തോ അങ്ങനെ നിമിത്തം ഒരു ഭാഗ്യമൊക്കെ അതങ്ങനെ സംഭവിച്ചു, അതെൻ്റെ ഭാഗ്യം. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് സാറിനെ കണ്ടു. സാർ പറഞ്ഞു എന്തായാലും കാണണം, കാണാതെ ഫോണിൽ കൂടെ ഒരു അഷുറൻസ് ചിലപ്പോൾ തന്നിട്ട് പിന്നെ അത് അബദ്ധമായാലും ബുദ്ധിമുട്ടല്ലേ, അപ്പോൾ കാണണം എന്ന് പറഞ്ഞു. ക്രൗൺ പ്ലാസയിൽ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ സാറ് ഓക്കെ എന്ന് പറഞ്ഞു. അതുവരെ എനിക്കും അങ്ങനെ വലിയ ഉറപ്പൊന്നുമില്ല. പിന്നെ ആ പ്രതീക്ഷ ഉണ്ടാവുമല്ലോ, നമ്മൾ മനുഷ്യരല്ലേ. ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ഓഡിഷൻ പോയിട്ടുണ്ടോ? കാര്യം മംഗ്ലീഷ് എന്നുള്ള സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ഓഡിഷൻ ആരും ഇതുവരെ ചെയ്യിപ്പിച്ചിട്ടില്ല, ചെയ്യിപ്പിക്കാൻ മാത്രമുള്ള ക്യാരക്ടർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. ചെറിയ ക്യാരക്ടേഴ്സ് എന്നാലും കുറച്ച് നോട്ടഡ്. മംഗ്ലീഷിൽ എനിക്ക് ഓർമ്മയുണ്ട്. ആണോ? കുറച്ച് നോട്ടഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. അതിലും അങ്ങനെ ഓഡിഷൻ ചെയ്യിപ്പിച്ചില്ല, എന്നെ വിളിപ്പിച്ചിട്ട് ഡയറക്ടർ എന്നെ വിളിപ്പിച്ച് മേക്കപ്പ് ഒക്കെ ഇട്ട് നോക്കി, ആ ലുക്കാക്കി, അത്രമാത്രം. എന്നിട്ട് പിന്നെ ഷൂട്ടിന് മറ്റേ സ്റ്റാർട്ട് ചെയ്തപ്പോൾ വരാനാ പറഞ്ഞത്. ബാലചന്ദ്ര മേനോൻ മലയാളികളുടെ ഒരു അത്രയും ആരാധിക്കുന്ന ഒരു സംവിധായകനും നടനും ഒക്കെയാണ്. ആദ്യം കണ്ടപ്പോൾ ഉള്ള ഫീൽ എന്തായിരുന്നു? ആദ്യം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ ഞാൻ പറയുക, നമ്മൾ സ്ക്രീനിലെ സാറിനെ കണ്ടിട്ടുള്ളൂ. പിന്നെ ഞാനൊക്കെ ചെറുതായിരിക്കുമ്പോൾ എന്ന് വെച്ചാൽ എൻ്റെ പേരൻസൊക്കെ ഭയങ്കര ആരാധനയായിരുന്നു സാറിനോട്. ഞങ്ങളെയൊക്കെ സാറിൻ്റെ മൂവി മാത്രമേ കാണിച്ചു തരുള്ളൂ, വേറെ ഒരു മൂവിക്ക് കൊണ്ടുപോയിട്ടില്ല. തിയേറ്ററിൽ പോയി കാണാന്ന് പറഞ്ഞാൽ മേനോൻ സാറിൻ്റെ മൂവിയാണ്. അപ്പം അങ്ങനെ കണ്ടിരുന്ന ഒരാൾ, വെച്ചാൽ ഫാമിലി മൊത്തം അത്രയ്ക്ക് ആരാധിക്കുന്ന ഒരാൾ, അങ്ങനെ ഒരാളെ നേരിട്ട് കാണുമ്പോൾ ശരിക്കും അത്ഭുതവും സന്തോഷവും എല്ലാം തോന്നി. ആ ഒരു ശരിക്കും മേനോൻ ചേട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, അതൊരു വ്യക്തിക്ക് അപ്പുറം ഒരു സർവകലാശാലയിലൂടെയാണ് വന്നത്. തീർച്ചയായും ആദ്യത്തെ. അപ്പം ആ ഒരു ട്രെയിനിങ് വാസ് എൻറ്റയർലി ഡിഫറെന്റ്. അയ്യോ ശരിക്കും. കാരണം ഒരു ട്രെയിനിങ് എന്നൊന്നും പറയാനായിട്ട് എനിക്കൊന്നും അങ്ങനെ ആക്ടിങ്ങിനെ കുറിച്ച് എനിക്ക് യാതൊരു ധാരണയില്ല. നമ്മളൊന്ന് എന്താ പറയുക, കറക്കി കുത്തുന്ന പോലെയാണ് എൻ്റെ ആക്ടിങ്ങും. ചെയ്ത് നോക്കും, ശരിയാവുന്ന അവർ പറയുമ്പോൾ ഓക്കെ ശരിയായിട്ടുണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നിർത്തും. അങ്ങനെയാണ്.
ആഡ്സ് ഒക്കെയാണ് പിന്നെ ചെയ്യാറ്. ആഡ്സിൽ അങ്ങനെ ഭയങ്കര ഹെവി ആക്ടിംഗ് ഒന്നും അല്ലല്ലോ, ചെറിയ ചെറിയ മൈന്യൂട്ട് എക്സ്പ്രഷൻസ് ഒക്കെ അല്ലേ. അപ്പം ഇത് വന്നപ്പോഴാണ് ആക്ടിങ് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒന്നും അല്ല എന്നുള്ളത് മനസ്സിലായത്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ദേഷ്യം വരുമായിരുന്നു. അയ്യോ, ആദ്യത്തെ 2 ദിവസം എനിക്ക് തോന്നുന്നു സാറിന് ദേഷ്യം വന്നിട്ടുണ്ടാവും, പക്ഷെ അത് കാണിച്ച് എന്നെ അപ്സെറ്റ് ആക്കിയില്ല. ക്ഷമയോടുകൂടി തന്നെ 2 ദിവസം ചെയ്തു. അത് കറക്റ്റ് പറഞ്ഞു തന്ന് തന്നെ എൻ്റെ പ്രശ്നങ്ങൾ കുറേ ഉണ്ട് ആക്ടിങ്ങിൽ. അത് കുറേ പറഞ്ഞു തന്ന് തന്നെ കറക്റ്റ് ചെയ്തിട്ട് ശരിക്കും പറഞ്ഞാൽ LKG ചെന്ന് ചേർന്ന പോലെ ഞാൻ ചേർന്നത് കേട്ടോ. പ്ലേ സ്കൂളിൽ നിന്ന് LKG ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ചെറിയ എന്തൊക്കെയോ ഒരു അതല്ലേ ഉള്ളൂ, ആ ഒരു അറിവിൽ. പിന്നെ മൊത്തം തീരുമ്പോഴത്തേക്കും ഏകദേശമൊക്കെ ഒരു അറിവായി തോന്നുന്നു. ക്രൗൺ പ്ലാസയിൽ വെച്ചിട്ടുള്ള ശരിക്കും എന്താണ് മേനോൻ ചേട്ടൻ എന്തൊക്കെ ചോദിച്ചു? സാറ് പറഞ്ഞത് ഇപ്പം ഇങ്ങനെ ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ അമ്മയാണ്, ഒരു മോളുടെ അമ്മയാണ്. പിന്നെ ഇങ്ങനെ കുറേ വുമൻഹുഡ്, സ്ത്രീത്വത്തിൻ്റെ പല ഷെയ്ഡ്സിൽ കൂടെയും കടന്നു പോകുന്നുണ്ട് എന്നുള്ളതൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ പറഞ്ഞു ചെറുതായിട്ട് ചെറിയൊരു ഇന്റിമേറ്റ് സീനും ഉണ്ടാവും എന്ന് പറഞ്ഞു. ഗായത്രി എന്നെ തോൽപ്പിച്ച് കളഞ്ഞല്ലോ. ഞാൻ ആ ഇന്റിമേറ്റ് സീൻ എഡിറ്റ് ചെയ്യുമ്പോൾ കണ്ടു, അപ്പം ഞാൻ തന്നെ ഞെട്ടിപ്പോയി. മേനോൻ ചേട്ടൻ്റെ പടത്തിൽ ഒരു ഇന്റിമസി സീൻ എന്ന് പറയുന്നത് ഞാനും ഞെട്ടി. സാർ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അത് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ അത് എങ്ങനെയാണ് സാർ? അല്ല, നിങ്ങൾ ബാലേന്ദ്ര മേനോൻ്റെ പടം കണ്ടിട്ടുള്ളതല്ലേ, അപ്പോൾ അത് ഏതുവരെ പോകുന്നു നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ പറഞ്ഞു അത് ശരിയാണ്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ സാർ ചെയ്യുമ്പോൾ തന്നെയും ആ ഫീല് മൂഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ അൺകംഫർട്ടബിൾ ആക്കില്ല എന്നുള്ള ഒരു അഷുറൻസ് ഉണ്ടായിരുന്നു. അത് അങ്ങനെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കൂലല്ലോ സാറിൻ്റെ മൂവിയിൽ നിന്ന്. അപ്പോൾ ആ ഒരു ഫീലും മൂഡും ക്രിയേറ്റ് ചെയ്യും എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറഞ്ഞു തന്നത്. ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് കണ്ടിന്യൂ ചെയ്തു. പക്ഷെ ആ സീനിലേനു ഞാൻ കണ്ട സീനിൽ മേനോൻ ചേട്ടൻ്റെ അടുത്ത് ഒരു രഹസ്യം പറയുന്നു. ആ രഹസ്യം എൻ്റെ കാതിലും കൂടെ പറയുമോ? അല്ല, എന്താണ് പിടികിട്ടില്ല. നിങ്ങൾ രണ്ടുപേരും ചിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ കാതിലും കൂടെ അത് എന്താണെന്ന് പറയും പ്ലീസ്. ഞാൻ പറയാം എന്താ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ എനിക്ക് പറയാം, സാർ എന്നോട് പറഞ്ഞു കാതിലൊരു രഹസ്യം പറയണം. അപ്പൊ ഞാൻ ഞെട്ടും. പിന്നെ ബാക്കിയുള്ള ഫോളോ ചെയ്യുന്ന എക്സ്പ്രഷൻസ് എല്ലാം പറഞ്ഞു തന്നു. അത് എന്തൊക്കെയോ ആണ്, നിഗൂഢത എനിക്കും ഫീൽ ചെയ്തു. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു, സാർ പറഞ്ഞ പോലെ ഞാൻ പോയി കാണിച്ചു. ബാക്കിയുള്ള പറഞ്ഞു തന്ന എക്സ്പ്രഷൻസ് എല്ലാം കാണിച്ചു. എനിക്ക് തോന്നുന്നു ഓഡിയൻസിനത് കാണുമ്പോൾ ശരിക്കുള്ള എന്താന്നുള്ളത് കൺവേ ആവും. എത്രത്തോളം മെച്ചൂർഡാണ് ഈ ക്യാരക്ടർ? ശ്രീധന്യ എന്നുള്ള വ്യക്തിന്നപ്പുറം ഓഫ് സ്ക്രീനിലെ ആ വ്യക്തിന്നപ്പുറം ഇങ്ങനെയാണ് ഓൺ സ്ക്രീനിലുള്ള ഡിഫറൻസ് എങ്ങനെ ഫീൽ ചെയ്തു? ഗായത്രിയും എൻ്റെ പേഴ്സണൽ ഇതും ഭയങ്കര രണ്ട് എക്സ്ട്രീമാണ്. ഗായത്രി എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും കുറ്റം പറയാനല്ല, അവരും ബോൾഡാണ്, കുറേയൊക്കെ ഇൻഡിപെൻഡൻ്റ് ആണ്, തനിയെ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. ഹസ്ബൻഡിൻ്റെ അസാന്നിധ്യത്തിലും അയാളില്ല, പ്രതീക്ഷകളില്ലാത്തപ്പോഴും ഒക്കെ അതൊക്കെ മാനേജ് ചെയ്ത് മുന്നോട്ട് പോയൊരു, എനിക്ക് അത്രയ്ക്കൊന്നും ചിലപ്പോൾ ലൈഫിൽ പറ്റിയെന്ന് വരില്ല കേട്ടോ. അതൊരു ഇത്. പിന്നെ ഹസ്ബൻഡ് വൈഫ് എന്നുള്ള ഒരു റിലേഷൻ അത് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. മേനോൻ ചേട്ടൻ കാണണം പോയി സ്ക്രീനിൽ, എന്തോ ചേഞ്ച് അത്. ഭയങ്കര ഹെയറൊക്കെ ഇട്ട് ഇത്ര യങ്ങായി. എനിക്കൊന്നും മേനോൻ ചേട്ടനാണെന്നേ പറയില്ല. മേക്കപ്പ് ഭയങ്കര ഡിഫറൻസ് ആണ് സാറിൻ്റെ. കാരണം നമ്മളത് അഴിച്ചു വെച്ച് കാണുന്ന ഒരാളല്ല സാർ. ആ മേക്കപ്പ് ഇട്ട് ഇതിന്റെ മുമ്പിൽ നിന്ന് വന്നു കഴിയുമ്പോൾ മാനറിസംസ്, തലയൊക്കെ കുറഞ്ഞ് അങ്ങനെ ഒരു നോട്ടം, കണ്ണും എല്ലാ എക്സ്പ്രഷൻസും ക്യാമറയുടെ മുന്നിൽ വരുമ്പോഴത്തേക്കും ടോട്ടലി എനിക്ക് തോന്നുന്നില്ല സാറാന്നുള്ളത് തന്നെ എനിക്ക് തോന്നുന്നില്ല. അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ഡിഫറൻസാ, യങ് ആയിട്ട് ഫീൽ ചെയ്യണം അല്ലേ. ഭയങ്കര നമ്മളിങ്ങനെ വിശേഷം പറയുന്നുവെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ എത്രത്തോളം പേടിയുണ്ടായിരുന്നു? ഒരു വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഡയറക്ടർ. പേടിയുണ്ടായിരുന്നു ആദ്യം. പക്ഷെ സാറിനോട് സംസാരിച്ച് കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ സാർ ഇപ്പോൾ ആരോടാണോ സംസാരിക്കുന്നത് അവരുടെ ലെവലിലേക്ക് അത്യാവശ്യം വരും. പിന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല എന്നുണ്ടെങ്കിൽ മാക്സിമം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു നേച്ചർ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും, പഠിപ്പിച്ചു തരും, ഒരുപാട് ഇൻഫർമേഷൻ കിട്ടും. അതിപ്പോൾ ഷൂട്ടില്ലാത്ത സമയത്താണെങ്കിലും ഒക്കെ സിനിമയെക്കുറിച്ചാണെങ്കിലും പുറത്തുള്ള കാര്യങ്ങളാണെങ്കിലും ഒരുപാട് ഇൻഫർമേറ്റീവാണ്. അപ്പോൾ അതൊക്കെ എനിക്ക് എല്ലാം കൊണ്ടും പഠനം തന്നെ, യൂണിവേഴ്സിറ്റി തന്നെയായിരുന്നു, എല്ലാം പഠിച്ചു. ഗായത്രി പാടും. എനിക്ക് ഇത്രയൊക്കെ പറഞ്ഞാൽ മനസ്സിൽ ഗായത്രി എന്ന് തന്നെ വരുന്നത്. കണ്ടു കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും മനസ്സിലും ഗായത്രി ആവും.
അത്രയ്ക്കും എനിക്ക് തോന്നുന്നു നല്ലൊരു ക്യാരക്ടറാണ് ഗായത്രി. പാട്ട് ഞാൻ അങ്ങനെ ആരും കേൾക്കലേ പാടാറില്ല, ഒറ്റയ്ക്ക് ആരും കേൾക്കില്ല എന്ന് ഉറപ്പ് വരുത്തില്ല ഞാൻ പാടാറ്. ഞാൻ ഉറപ്പ് തരുന്നു, ആരും കേൾക്കില്ല. ഇല്ല, പാട്ട് പാടാൻ അത്രയ്ക്കും പ്രിപ്പയർഡ് അല്ല ആക്ച്വലി. പാട്ടിന് ഒരിക്കലും നമുക്ക് പ്രിപ്പറേഷൻ പാടില്ല, അതൊരു കച്ചേരിക്കും ഒരു സ്റ്റേജ് ഷോക്കേ ഉള്ളൂ. അല്ലാതെ നമ്മൾ പാടുന്നതിന് എനിക്ക് തോന്നുന്നു പ്രിപ്പറേഷനേ ആവശ്യമില്ല, നമ്മുടെ മനസ്സിൽ അറിയാതെ വരുന്നതല്ലേ പാട്ട്. അങ്ങനെ വരുന്നൊരു പാട്ട് പെട്ടെന്ന് 2 വരി പാടും. പെട്ടെന്ന് പാടാൻ പറഞ്ഞാൽ പെട്ടെന്ന് ഇപ്പൊ കേട്ടത് ഏതെങ്കിലും അങ്ങനെ വരെ ഹിന്ദി പാടിയാൽ മതിയാ. സുബഹ സെ ലേക്കർ ശാം തക്, शाम से लेकर रात तक, रात से लेकर सुबह तक, सुबह से फिर शाम तक, प्यार करो मुझे प्यार करो. ഒരു ആങ്കറായിരുന്നു, ആങ്കറിൽ നിന്നാണ് ഈ ഒരു പ്രമോഷൻ. ആ ഒരു ട്രാൻസിഷൻ എങ്ങനെ കാണുമോ ഗായത്രി? ആങ്കർ എന്ന് പറയുമ്പോൾ അവിടെ എൻ്റെ സെൽഫ് തന്നെയാണ് അല്ലേ, നമ്മൾ ഒരിക്കലും ആക്ട് ചെയ്യുന്നില്ലല്ലോ ആങ്കർ ആവുമ്പോൾ. പക്ഷേ ക്യാമറയെ ഫേസ് ചെയ്യാനുള്ള പേടി, മടി അതെല്ലാം മാറും നമുക്ക് ആങ്കറിങ്ങിൽ നിന്ന് ആക്ടിങ്ങിലേക്ക് വരുമ്പോൾ. ഒരു ചവിട്ടുപടിയാണ് ശരിക്കും, നമുക്ക് ആ ഒരു ഫിയറും അങ്ങനത്തെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പെർഫോം ചെയ്യാനുള്ള അതൊക്കെ കുറച്ച് മാറിക്കിട്ടും ആങ്കർ ആക്ട്രസ് ആവുമ്പോൾ. മംഗ്ലീഷൊക്കെ തിയേറ്ററിൽ പോയി കണ്ടോ? ആരെങ്കിലും ഒക്കെ തിരിച്ചറിഞ്ഞോ? തിരിച്ചറിഞ്ഞു ചിലരൊക്കെ, തിയേറ്ററിൽ പോയി കണ്ടില്ല. സമയം കിട്ടാത്തോണ്ടാണോ? ആക്ച്വലി ഞാനപ്പോൾ സ്റ്റഡീസുമായിട്ട് കുറച്ച് തിരക്കിലായിരുന്നു. ഞാൻ PhD ചെയ്യായിരുന്നു. അപ്പോൾ അതിൻ്റെ സോഷ്യൽ വർക്കിൽ സബ്മിറ്റ് ചെയ്തു. അപ്പം ഓപ്പൺ ഡിഫൻസ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ലാസ്റ്റ് ഡിസംബറിൽ സബ്മിറ്റ് ചെയ്തു. ഈ ആക്ടിങ്, ആങ്കറിങ്, ഈ പഠിത്തം ഇതൊക്കെ ഫാമിലി ഉണ്ടല്ലോ അല്ലേ, എങ്ങനെ മാനേജ് ചെയ്യുന്നതൊക്കെ? ശരിക്കും ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം അങ്ങനെ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരാൾക്കാണ് ഇത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എന്നെ പോലെയുള്ള ഒരാൾക്ക് ഫാമിലി ഫുൾ സപ്പോർട്ട് ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഹസ്ബൻഡ്, പിന്നെ എൻ്റെ അമ്മ, ബ്രദർ, എല്ലാവരുടെ സപ്പോർട്ടും ഉണ്ട്. അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല, 100% ഉറപ്പാണ്. അമ്മയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സഫർ ചെയ്യുന്നുണ്ട് മാറി നിൽക്കുമ്പോഴൊക്കെ, ഇത്രയും ദിവസമൊക്കെ. ഹസ്ബൻഡും അതെ. പക്ഷെ എല്ലാവരും എന്തോ ഒരു നല്ലതിന് വേണ്ടി ഇതുവരെ എന്നെ പോകുമ്പോഴൊക്കെ അവർ അത്രയ്ക്ക് അങ്ങോട്ട് പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. 10 ദിവസം മാറി നിൽക്കുകയാണെങ്കിൽ പോലും എന്തിനാ വെറുതെ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ചെറുതായിട്ടൊക്കെ ഉണ്ടായിരുന്നു. സംവിധാനം ചെയ്യുന്നുള്ള സിനിമയ്ക്ക് വേണ്ടി എത്ര ദിവസം മാറുന്നു? ഐ തിങ്ക് നിയർലി 40 days. 40. ഓക്കെ ഓക്കെ. ആ കാര്യം 2 ഷെഡ്യൂളായിട്ട് ഇടയിൽ ഒരു ബ്രേക്ക് എടുത്ത് ഞാൻ വീട്ടിൽ പോയി, അങ്ങനെ സാർ സമ്മതിച്ചു. അപ്പോൾ അവിടെ പോയി നിന്ന് ഒരു 10 days കഴിഞ്ഞ് വീണ്ടും വന്നു അങ്ങനെ. പക്ഷെ അപ്പോഴും ഈ പറഞ്ഞ പോലെ ഈ ഒരു മൂവിക്ക് വേണ്ടിയിട്ട് ആക്ച്വലി അവരെല്ലാവരും എന്താ പറയുക, അത്രയ്ക്കും നല്ല ക്യാരക്ടറാണ് സാർ ഡയറക്റ്റ് നമ്മളെങ്ങനെ ചെയ്യുന്നതല്ലേ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, അവരുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു മൂവിക്ക് വേണ്ടി എനിക്ക് ഇതുവരെ കിട്ടാത്തൊരു സപ്പോർട്ട് കിട്ടി. ഇത് സിനിമയിൽ വന്നതിന് ശേഷമുള്ള വിശേഷങ്ങൾ. പക്ഷെ സിനിമയ്ക്ക് വരുന്നതിനൊക്കെ മുമ്പ് മേനോൻ, ബാലചന്ദ്ര മേനോൻ എന്ന സംവിധായകൻ, നടനെ കുറിച്ചൊക്കെ എത്രത്തോളം ഗായത്രി നിരീക്ഷിച്ചിട്ടുണ്ട്, എത്രത്തോളം അറിയാമായിരുന്നു? മേനോൻജൻ്റെ പടങ്ങളൊക്കെ കാണാറുണ്ടായിരുന്നു. എനിക്ക് ഇതുപോലെ സമാന്തരങ്ങൾ ഭയങ്കര ഇഷ്ടപ്പെട്ട മൂവിയാണ്, കൃഷ്ണ ഗോപാലകൃഷ്ണ. പക്ഷെ എപ്പോഴും മനസ്സിലൊരു ഫ്രഷ്നെസ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്ന ഒരു പൈങ്കിളി കഥയാണ്. എനിക്ക് അറിയില്ല എന്തുകൊണ്ടാണ്, ആ ഫാമിലിയുടെ ഇതും ഒക്കെ കൂടി. പിന്നെ ഏപ്രിൽ 18 എന്ന് പറഞ്ഞപ്പോഴാണ് അതുമായിട്ട് വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. താരപ്പകിട്ടിൽ മേനോൻ ചേട്ടൻ വന്നപ്പോഴും ഷെയർ ചെയ്തൊരു വിശേഷമാണ്. കാര്യം ഒരു ഹീറോയിൻ എൻ്റെ ക്യാരക്ടറിലാണ് പിന്നീട് അറിയപ്പെട്ടത്, ശോഭന. ശരിക്കും ആ സിനിമയിൽ മീര എന്നുള്ള ക്യാരക്ടറിനെ ശോഭന എന്നാക്കി മാറ്റുകയും ശോഭന തന്നെ ശോഭനയായി വരികയും അങ്ങനെയാണ് ശോഭന എന്ന് മേനോൻ ചേട്ടൻ പറയുണ്ടായി. അപ്പം അതുപോലെയാണ് ഗായത്രി. അതെ, കാരണം ഒരു പുനർജന്മമാണ് ആക്ട്രസ് എന്നുള്ള നിലയ്ക്ക്, നോട്ട് ആസ് എ പേഴ്സൺ. പക്ഷെ ആക്ട്രസ് എന്നുള്ള നിലയ്ക്ക് അതൊരു ഭയങ്കര ഒരു എന്താ പറയുക, ലോഞ്ച് എന്ന് തന്നെ പറയാം. അല്ലാതെ ഇപ്പം ആരും ലോഞ്ചൊന്നും ചെയ്തിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ സാറ് ഒരു ഇത്ര നല്ല. പക്ഷെ എന്നാലും നായികയെ പരിചയപ്പെടുത്തുക എന്ന് പറഞ്ഞ ഒരു ചെറിയ ഇൻവിറ്റേഷൻ, ഒരു ലീഫ്ലെറ്റ് നമുക്ക് എല്ലാവർക്കും തന്നയച്ചു. ഞങ്ങൾ എല്ലാവരുമായ പിന്നെ ഫംഗ്ഷന് വന്നിരുന്നു. മോളായിട്ട് അഭിനയിക്കുന്ന കുട്ടിയാണ് ദക്ഷിണ. അവള് ശരിക്കും പറഞ്ഞാൽ പുതുമുഖമാണ്. ഇതുവരെ അവള് ആക്ട് ചെയ്തിട്ടില്ല. അത് ഇത് പറഞ്ഞ മാതിരി സാർ ഇങ്ങനെ പറഞ്ഞ ഫീച്ചേഴ്സ് ഒക്കെ എന്നോട് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു കുട്ടി പെട്ടെന്ന് എന്റെ മനസ്സിൽ വന്നു. ബ്രദറും ഹെൽപ്പ് ചെയ്തു. ബാങ്കോക്ക്. ബട്ട് മലയാളിയാണ്. അപ്പൊ ഞാൻ തന്നെ അപ്പൊ തന്നെ വാട്സപ്പ് ചെയ്തു സാറിന് ഇങ്ങനെ ഒരു കുട്ടിയുടെ പിക്ചർ. പിന്നെയും പിക്ചേഴ്സ് അയച്ചെങ്കിലും സാർ പറഞ്ഞു എന്തായാലും ഹണ്ട് തുടരാൻ നമുക്ക് എന്ന് പറഞ്ഞു. ഹണ്ട് തുടർന്നെങ്കിലും നമ്മൾ ആദ്യം അയച്ച കുട്ടി
ഇവളാണ്, അവളെ തന്നെ ഫൈനലൈസ് ചെയ്തു. പറഞ്ഞ എല്ലാ ക്യാരക്ടറിസ്റ്റിക്കും ഉണ്ട്. മേനോൻചേട്ടൻ്റെ പുതിയ പടത്തിൽ ഫസ്റ്റ് ഡേ എങ്ങനെ, ആ ഒരു മെമ്മറീസ്? ഫസ്റ്റ് ഡേ നല്ല പേടി ഉണ്ടായിരുന്നു, ടെൻഷൻ ഉണ്ടായിരുന്നു, എന്തൊക്കെയോ ആകാംക്ഷയുണ്ട്, എന്തൊക്കെയാണെന്ന് അറിയാത്തതിൻ്റെയൊക്കെ ഒരു ശരിയായ രീതിയിൽ നമ്മൾ തുടങ്ങുകയാണല്ലോ. അങ്ങനെ ഭയങ്കര പേടിയും ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അത് എടുക്കുമ്പോഴും ഈ പറഞ്ഞ പോലെ പിന്നെ ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. ഫസ്റ്റ് ഷോട്ട് ഗുരുവായൂരപ്പനെ പൂജിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടുമാണ്. അത് ശരിക്കും ഒരു ഭയങ്കര അനുഗ്രഹവും. നമ്മൾ ഷോട്ട് തീർക്കുമ്പോഴും ഇന്നലെയും അത് തന്നെയായിരുന്നു. അപ്പോൾ അതൊരു ഭയങ്കര എനിക്ക് സന്തോഷവും ഒക്കെ തോന്നി. ടെൻഷൻ ഉണ്ട്, അത് പിന്നെ സാറ് എനിക്ക് തോന്നുന്നു ആദ്യത്തെ ദിവസം നല്ലോണം ഉണ്ട്. അത് രണ്ടാമത്തെ ദിവസം ആകുമ്പോഴേക്കും കുറച്ച് ശരിയായി. കുറച്ചൊന്ന് ട്രാക്കിലാവും. ട്രാക്ക് അതിലേക്ക് ആ ഗ്രൂവിൽ വരാനായിട്ട് ഒരു 2 ദിവസം എടുത്തു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ സാധാരണ ഞാൻ പറയും ഡയലോഗ് കിട്ടുക അങ്ങോട്ട് പറയാന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ആലോചിക്കാറില്ല. ഇത് നമ്മുടെ മൂവ്മെന്റ്സ്, കൈൻ്റെ ആക്ഷൻ, എക്സ്പ്രഷൻ, ഇടയിൽ എന്തെങ്കിലും ചെറിയ മൈന്യൂട്ടായിട്ടുള്ളതായിരിക്കും. ആ ക്യാരക്ടറിന് പറ്റിയ രീതിയിൽ പറഞ്ഞു തരും. അപ്പം നമ്മൾ അത് ചെയ്തു വരുമ്പോൾ ശരിക്കും ഒരു ടൂളായിരുന്നു ഞാൻ. അതെങ്ങനെ യൂസ് ചെയ്തു അത്രയാണ്. നല്ലൊരു സംവിധായകൻ മോൾഡ് ചെയ്തെടുക്കുമ്പോഴാണ് ആ ക്യാരക്ടർ ഭയങ്കരമായിട്ട് സത്യം. ഒരു ഡയറക്ടറിന്റെ ഇതാണ് സിനിമ. അല്ലാതെ നമ്മളിപ്പോൾ എന്താ പറയുക സാർ, ഏത് ഡയറക്ടർ ആണെങ്കിലും അവർ പറയുന്നത് നമ്മൾ ചെയ്യാന്നുള്ളതിലപ്പുറം എന്നെപ്പോലെയുള്ളവർക്കൊന്നും ക്രിയേറ്റീവായിട്ട് എനിക്കറിയില്ല കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. വലിയ ആക്ടേഴ്സിന് പറ്റുമായിരിക്കും. എന്നെപ്പോലെയുള്ള ഒരാൾക്ക് എനിക്ക് തോന്നുന്നു ഇത് ഒരു ടീച്ചിങ്, ഒരു എന്താ പറയുക കോച്ചിങ് തന്നെയായിരുന്നു. എത്രത്തോളം സിനിമ പാഷനായിരുന്നു ഗായത്രിക്ക്? അത് എന്താ ഞാൻ പറയാം, ചെറിയ കുട്ടിയൊക്കെ ആയിരിക്കുമ്പോൾ നമുക്ക് സിനിമ കാണുമ്പോൾ അതിൻ്റെ ഇതിനോടൊക്കെ ഒരു ആഗ്രഹം ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ എൻ്റെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ അങ്ങനത്തെ ഒരു കാര്യത്തിനെ കുറിച്ചൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. അങ്ങനെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടാണ്. പിന്നെ ഇത്രയും നാൾ കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞിട്ടാണ് അപ്പോഴും സിനിമ എന്നുള്ളത് നമ്മുടെ ചിന്തയിലേ ഇല്ല. ആദ്യമായിട്ട് ആങ്കർ ചെയ്തപ്പോഴും പലരും അന്വേഷിച്ചിരുന്നു. അപ്പം ഞാൻ പറഞ്ഞേ ഇല്ല, അത് സിനിമയൊക്കെ എങ്ങനെയാണ്, അത് നമ്മുടെ അല്ല. പിന്നെ അതിന് പാഷൻ അതെങ്ങനെ ഉണ്ടാവും, പിന്നെ അത്ര പാഷനേറ്റ് ആവണം, അങ്ങനെ ഉണ്ടായിരുന്നില്ല അപ്പോൾ. പക്ഷെ പിന്നീട് ഇതുപോലെ തന്നെ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആദ്യം കടാക്ഷം ശശി സാറിൻ്റെ ചെയ്ത് കഴിഞ്ഞു. അപ്പോഴാണ് ഓക്കെ അത് കൊള്ളാലോ എന്ന് തോന്നി തുടങ്ങി. പിന്നെ ഓരോന്ന് കിട്ടുമ്പോഴും ഓക്കെ ഇത് നന്നാവുമായിരിക്കും, നല്ലതായിരിക്കും എന്നുള്ള തോന്നലിലാണ് ആ പാഷൻ ഉണ്ടായത്. ശരിക്കും ചെയ്താണ് അതിനോട് കൂടുതൽ എനിക്ക് ആഗ്രഹം തോന്നിയത് കേട്ടോ. അങ്ങനെ സിനിമ ചെയ്യുമ്പോൾ ഒരു പ്രൊഫഷണലായിട്ട് എങ്ങനെ നമ്മൾ അതിനെ കാണും? പ്രൊഫഷനായിട്ട് അത് എടുക്കാൻ പറ്റുമോ, എത്രത്തോളം അതിൽ നമുക്ക് സെക്യൂരിറ്റി ഉണ്ട്? എനിക്ക് അതിനെക്കുറിച്ച് എനിക്കൊരു ഷ്യൂറിറ്റി പറയാൻ പറ്റില്ല. കാരണം ഞാനിപ്പോൾ ഇതിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം എന്താ വെച്ചാൽ, ഞാൻ പഠിക്കാൻ വേണ്ടി ജോലി റിസൈൻ ചെയ്ത് PhD കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ മേഖലയിലേക്ക് വ്യാപകമായിട്ട്. ഫീൽഡിലാണ് ടീച്ചിങ് ആയിരുന്നു ബിസിനസ് സ്കൂളിൽ. അപ്പം അതിൽ നിന്ന് വിട്ട് വന്നപ്പോഴാണ് ഇതിലേക്ക് വന്നത്. പക്ഷേ അതൊരു റിലയബിൾ മന്ത്ലി നമ്മുടെ ബാങ്കിൽ ഇത്രയും വീഴും എന്നുള്ളത് ഉറപ്പാണ്. ഇത് നമുക്ക് അങ്ങനെ ഉറപ്പിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ ഒറ്റ പ്രാവശ്യം വീഴുമ്പോൾ നമ്മൾ അതിലൊരു *5 *6 അങ്ങനെ വീഴണം. പക്ഷെ ഇപ്പോഴും എനിക്ക് അപ്പോൾ സാർ ഒരു എന്തായാലും റിലീസ് വരെ വെയിറ്റ് ചെയ്യേ, എന്നിട്ട് മറ്റു കാര്യങ്ങൾ ആലോചിക്കാം. ഞാനിപ്പോഴും മറ്റു കാര്യങ്ങളിലേക്ക് ജോലിയുടെ കാര്യമൊക്കെ ആലോചിക്കുന്നുണ്ട്. കാരണം നമുക്കത് റിലയബിൾ എന്ന് പറയുമ്പോൾ അതല്ലേ ഉള്ളൂ. എത്രത്തോളം എപ്പോഴെങ്കിലും ഇങ്ങനെ നായികയാവുന്നൊക്കെ ഇങ്ങനെ സ്വപ്നം കണ്ടു? ഒരിക്കലും ഇല്ല ദൈവമേ. അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു എന്താ ഞാൻ പറയാ, അങ്ങനത്തെ ഒരു അവസരം ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മളെങ്ങനെ ചിന്തിക്കും? പിന്നെ ഈ ഒരു സ്റ്റേജിൽ ഒരു നായിക എന്ന് പറഞ്ഞാൽ അങ്ങനെ അത്രമാത്രം നായിക കഥാപാത്രങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം എനിക്ക് തോന്നുന്നു ഉണ്ടായി വരുന്നുണ്ട്. മഞ്ജു വാര്യരൊക്കെ വന്നതിന് ശേഷമാണ് പിന്നെയും അങ്ങനെ കാണുന്നത് ഇപ്പോൾ. അല്ലാതെ അങ്ങനെ എന്നാലും സാധാരണ ഒരു നടിക്ക് അങ്ങനെ പ്രതീക്ഷിക്കാവുന്നതൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല ഈ ഒരു ഏജിൽ. കോമ്പിനേഷൻ സീൻസ് അപ്പാർട്ട് ഫ്രം മേനോൻ ചേട്ടൻ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു? ശ്രീകുമാരേട്ടൻ, P. ശ്രീകുമാർ, ശ്രീലത ചേച്ചി, അച്ഛനും അമ്മയാണ് എൻ്റെ ക്യാരക്ടേഴ്സ്. പിന്നെ ഷാജോൺ, കലാഭവൻ അവരായിട്ടുണ്ടായിരുന്നു. പിന്നെ ഗീത ചേച്ചി, കലിംഗ ശശി എന്ന് പറഞ്ഞ ചേട്ടൻ, ഗീത നായരുണ്ട് അതിൽ. അവരെല്ലാവരും ഇത്രയും പേരൊക്കെ ആയിട്ട്. പിന്നെ മറ്റേ കുറച്ച് ജൂറി മെമ്പേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അവരെല്ലാവരും മീറ്റ് ചെയ്തു ഒരു സീനിൽ ഞങ്ങൾ കാണാൻ വേണ്ടി. മറ്റേ മെയിൻ സീൻസിലൊക്കെ നമ്മളൊക്കെ തന്നെ.
നമ്മളെപ്പോഴും ഒരു പ്രശസ്തരെ ആദ്യമായിട്ട് കാണുമ്പോൾ നമ്മളും അവരുമായിട്ടുള്ള ഇന്ററാക്ഷൻ എന്തൊക്കെയാണ് ചോദിച്ചത്, നമ്മളെപ്പോഴും അതൊക്കെ ഓർക്കുമല്ലോ. മേനോൻ ചേട്ടൻ ചോദിച്ച 3 ക്വസ്റ്റ്യൻസ് ഒന്ന് പറയും. എന്നോടോ? യെസ്. അത് കൊള്ളാം, എനിക്ക് ചോദ്യം. ഫാമിലി ഡീറ്റെയിൽസ് ആണ് ആദ്യം സംസാരിച്ചത്. സിനിമയെക്കുറിച്ച് പിന്നെ എൻ്റെ ബ്രദർ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ 3 കൂടി ജസ്റ്റ് ഒരു ചിറ്റ് ചാറ്റ് മാതിരി കുറച്ച് നേരം സംസാരിക്കുകയാണ് ചെയ്തത്. പിന്നെ എന്നോട് മാത്രമായിട്ടാണ് മൂവിയുടെ കാര്യം സംസാരിച്ചത്, ഇന്നതൊക്കെയാണെന്ന്. ആദ്യം ഞങ്ങൾ ഒരു ഫ്രണ്ട്ലി ചാറ്റായിരുന്നു. പിന്നെ എൻ്റെ ചേട്ടനും എക്സൈറ്റഡ് ആണ് സാറിനെ കാണുമ്പോൾ. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ പണ്ട് സാറിൻ്റെ മൂവീസ് മാത്രമേ ഞങ്ങൾക്ക് കാണിച്ചു തരുള്ളായിരുന്നു വീട്ടിൽ. അപ്പോൾ അങ്ങനെ അത്രയും വലിയൊരു ജീനിയസിനെ നമ്മൾ കാണണു എന്നുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. എത്രത്തോളം കംഫർട്ടബിൾ ആയിരുന്നു ഈ സീൻസ് ചെയ്യാൻ വേണ്ടി? ഇൻറ്റിമസി എന്ന് വെച്ചാൽ എനിക്കറിയാം അതിൽ 2-3 ഇൻറ്റിമസി ആയിട്ടുള്ള സീൻസ് ഉണ്ട്. പ്രത്യേകിച്ചും നമ്മൾ മേനോൻ ചേട്ടൻ്റെ പടങ്ങളിൽ അത്തരം സീൻസ് കാണാറുള്ളൂ. അതിൽ ഞാൻ പറഞ്ഞിരുന്നു എന്നോട് കുറച്ച് ഇതായിട്ട് ഇൻറ്റിമേറ്റ് സീൻസ് ഉണ്ട് എന്ന്. പക്ഷേ അതെടുക്കുമ്പോൾ ഞാനത്ര കംഫർട്ടബിൾ അല്ല പൊതുവേ ഇൻറ്റിമേറ്റ് സീൻസ് ചെയ്യാനായിട്ട് ഒട്ടും അല്ല. കാരണം എനിക്ക് അങ്ങനെ ഒരു എന്താ പറയുക എക്സ്പോഷർ ഉണ്ടായിട്ടില്ല, ഞാൻ ചെയ്തിട്ടില്ല, എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ സാറ് പറഞ്ഞു ഒന്നും പേടിക്കേണ്ട, എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ ഇത് പ്രശ്നം ഉണ്ടാക്കാതിരിക്കുക. നമ്മൾ അതെങ്ങനെ ആ ഫീല് ഞാൻ ഉണ്ടാക്കും, ആ മൂഡ് ഞാൻ ക്രിയേറ്റ് ചെയ്യും. അതിപ്പോൾ ക്യാമറയുടെ ആംഗിളിലൊക്കെ ചെയ്യാമല്ലോ, ഇപ്പോൾ ക്ലോസ് ആക്കി വെച്ചിട്ടും അങ്ങനെ പല ഇതിൽ എന്നുവെച്ചാൽ എനിക്കിതിപ്പോൾ ഷൂട്ട് ചെയ്യുകയാണ് എന്നുള്ള അതേ ബോധത്തിൽ എന്നെ കൊണ്ട് ശരിക്കും ശരിക്കും അങ്ങനെ ഫേസിൽ എക്സ്പ്രഷൻസ് അവർ പറയണത് അങ്ങനെ തന്നെ ഞാൻ കാണിക്കും. അങ്ങനെയൊക്കെ ഒരു എന്താ പറയുക, എനിക്കൊരു ഡിസ്കംഫോർട്ട് ഉണ്ടാക്കി അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുകയല്ല ചെയ്തത്. ചെറുതായിട്ട് നമ്മൾ അറിയുന്നില്ല സീൻ എടുത്ത് തീരുന്നത്. അങ്ങനെ ഇനിയിപ്പം ഒരു ഹീറോയിനായി ഇപ്പം എന്തൊക്കെ മാറ്റങ്ങൾ വന്നു? ഒരു മാറ്റം വന്നിട്ടില്ല എന്നെ സംബന്ധിച്ചോളം. ഞാനിപ്പോൾ തിരിച്ച് ചെന്ന് കഴിഞ്ഞാൽ വീണ്ടും ഫാമിലി ആയിട്ടിരിക്കുന്നു. ബോംബെയിൽ ഒരു മനുഷ്യനെ അങ്ങനെ ഇറങ്ങിയാൽ തന്നെ അവിടെ ആരും അറിയാനും പോകുന്നില്ല. എത്രയും ഫ്രീഡം ഉള്ള ഒരു ബോംബെ ലൈഫ്, നൈറ്റ് ലൈഫ് ഒരുപാട് കൂടുതലുള്ള സ്ഥലമാണ്. ഒരു ഭയങ്കര ഒരു ഷോപ്പഹോളിക് എങ്ങനെയാണ് ഗായത്രി ആസ് എ പേഴ്സൺ ഷോപ്പഹോളിക് ആണ്? അയ്യോ, ഭയങ്കര പ്രശ്നമാണ്. ഷോപ്പഹോളിക് ആണോ എന്ന് ചോദിച്ചാൽ എനിക്കല്ല, പക്ഷെ അതേന്ന് തോന്നുന്നു. കാരണം ഇറങ്ങി കഴിഞ്ഞാൽ പൈസ ചിലവാകും. അപ്പോൾ എന്നാലും ഇടയ്ക്കൊന്ന് ഇറങ്ങി മൊത്തത്തിൽ മോൾസ് എവിടെയെങ്കിലും വെറുതെ ഒരു ഔട്ടിംഗ് എന്ന് വിചാരിച്ച് ഇറങ്ങിയാലും ഇപ്പോൾ കൊച്ചിയിലും ഉണ്ടല്ലോ, എല്ലായിടത്തും ഉണ്ട്. അതുപോലെ തന്നെ അവിടെയും നമ്മൾ പോവും. ഏറ്റവും കൂടുതൽ പൈസ കളയണ എന്തിനായിരിക്കും? ഡ്രസ്സിന് കളയും. പിന്നെ അത്യാവശ്യം എന്തെങ്കിലും മേക്കപ്പ് ഐറ്റംസ് ഒക്കെ കാണുമ്പോൾ ശ്രദ്ധിക്കും, വാങ്ങിക്കും, അത്രയൊക്കെ തന്നെ. ആങ്കറായിട്ട് എത്രത്തോളം എൻജോയ് ചെയ്തു ആസ് ഒരു പ്രൊഫഷൻ? ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ എൻജോയ് ചെയ്തത് ഈ ഗൃഹാതുരം ചെയ്യുമ്പോഴാണ്. ഏത് ചെയ്യുമ്പോഴും എനിക്കിഷ്ടമാണ്. ആങ്കറിങ് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാൻ പൊതുവേ. അത് ചെയ്യുമ്പോൾ എനിക്ക് കുറേ കൂടി എക്സ്പോഷറും ഇപ്പോൾ ഓരോ ദിവസവും ഓരോന്ന് പഠിക്കലാണ് മെയിൻ. നമ്മളിത് ഓരോ ദിവസത്തെ എക്സ്പീരിയൻസും കൊണ്ടാണല്ലോ നമ്മൾ പാകപ്പെട്ട് വരുന്നത്. ഒക്കെ എക്സ്പീരിയൻസ് നമ്മളെ ഓരോ രീതിയിൽ നമ്മളെ പാകപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ആങ്കറിങ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, ചെയ്യാറുണ്ടായിരുന്നു. ട്രാവൽ ചെയ്തിട്ടുള്ള പ്രോഗ്രാം ആയിരുന്നല്ലോ. അപ്പോൾ നമുക്ക് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ കൾച്ചർ, അവിടുത്തെ മനുഷ്യർ എല്ലാം. ഞങ്ങൾക്ക് തട്ടുകടയിൽ നിന്നായിരുന്നു ഞങ്ങൾ ഭക്ഷണം കഴിക്കുക. അതൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ്. നമ്മൾ ഫാമിലിയുടെ കൂടെ പോകുമ്പോൾ ഒരിക്കലും കേറില്ലല്ലോ. പിന്നെ മാത്രമല്ല തട്ടുകടയിലെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ്, നല്ല രുചിയുള്ള. പക്ഷെ ആ ഉച്ച സമയത്തൊക്കെ ചെല്ലുമ്പോൾ ചോറും നല്ല ബോയിൽഡ് പുഴുക്കിലരി വലിയ റൈസും നല്ല പുളിശ്ശേരിയും ഒരേ സമയം തട്ടുകട ഓർമ്മകൾ. നല്ല ടേസ്റ്റ് അത്. പുളിശ്ശേരിയും തട്ടുകടയും പുളിശ്ശേരി. എത്രത്തോളം നല്ല കുക്കാണ് ഗായത്രി? അമ്മയാണ് നല്ല കുക്ക്. പക്ഷെ ഞാനും ഉണ്ടാക്കും, പഠിച്ചു. അമ്മയുടെ അടുത്ത് നിന്ന് ട്രെയിനിങ് ഒക്കെ എടുത്തിട്ട് അങ്ങനെ ഞാനും തുടങ്ങി. ഉണ്ടാക്കുമ്പോൾ ഞാൻ അതിൽ പൂർണ്ണമായും എന്താ പറയുക കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അത് നന്നായിട്ട് ഉണ്ടാക്കാനുള്ള ശ്രമമായിരിക്കും എന്തും ഉണ്ടാക്കും. റിസൾട്ട് എങ്ങനെയായിരിക്കും? നല്ലതാണ് പൊതുവെ. ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഹസ്ബൻഡും അത് പെട്ടെന്ന് പറയും. നെഗറ്റീവ് ആണെങ്കിൽ ആദ്യം പറയും. പിന്നെ എൻ്റെ മോളാണെങ്കിൽ കഴിച്ചു കഴിഞ്ഞാൽ അവള് നല്ല എനിക്ക് സ്പെഷ്യലായിട്ട് അവള് തരും കോംപ്ലിമെന്റ്. കാരണം ഞാൻ എപ്പോഴും ഞാനല്ലല്ലോ, അമ്മയാണ് അധികം ഉണ്ടാക്കുക. അപ്പൊ എപ്പോഴെങ്കിലും ഞാൻ ഉണ്ടാക്കുമ്പോൾ എന്നെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി കൊള്ളാം എന്ന് പറയും. മോളെ എത്രത്തോളം മിസ് ചെയ്യുന്നുണ്ട് അമ്മേ? നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും ചോദിക്കുക എന്നാ കൺഫേം ആയോ ഡേറ്റ്. ഇതിന്റെ സീൻസ് ഒക്കെ വാട്സ്ആപ്പ് ചെയ്യും, പിക്ചേഴ്സ് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവർക്ക് അതിന്റെ സീരിയസ്നെസ് ഒന്നും അത്രയ്ക്കൊന്നും അറിയില്ല.
വലിയ കാര്യത്തിൽ ആക്ട്രസ്സാണ് അമ്മ എന്ന് പറയുന്നല്ലാതെ ഇത് എന്താ ഏതാ. ഫാമിലി ലൊക്കേഷനിൽ വന്നിരുന്നു? ഇല്ല, ബ്രദർ വരുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. ചേട്ടൻ ട്രാവൽ ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരും. എത്രത്തോളം കംഫർട്ടാണ് ഇപ്പോൾ ബോംബെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രമാണ്. ശരിക്കും ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യണം, നൈറ്റ് ആണെങ്കിലും ട്രാവൽ ചെയ്യണം, നമ്മൾ കുറച്ച് ബോൾഡായിട്ട് ബിഹേവ് ചെയ്യേണ്ട ഒരു കാലമാണ് ഇന്ന്. അങ്ങനെ അത്തരത്തിലുള്ള സാഹചര്യമാണ്. എങ്ങനെ അതിനെ കാണുന്നു? ഇതിപ്പോൾ ഞാൻ ഒരു ആക്ട്രസ് ആയതുകൊണ്ടോ ആങ്കർ ആയതുകൊണ്ടോ മാത്രമല്ല ട്രാവൽ ചെയ്ത് തുടങ്ങി. ഞാൻ എൻ്റെ സ്റ്റഡീസ് ഉള്ള സമയത്ത് PG ചെയ്യുമ്പോൾ തന്നെ തുടങ്ങിയതാണ്. നമുക്കറിയില്ല സോഷ്യൽ വർക്ക് ഫീൽഡ് ഞങ്ങൾക്ക് എവിടെയൊക്കെ പോകണം. പിന്നെ അത് കഴിഞ്ഞ് ജോയിൻ ചെയ്തപ്പോഴും ഒരു ഓർഗനൈസേഷനിലായിരുന്നു, NGO. ഇഷ്ടം പോലെ നൈറ്റ് ട്രാവൽ ആണെങ്കിലും പല സ്ഥലത്തേക്ക് നമുക്ക് ട്രാവൽ ചെയ്യും. പലതരത്തിലുള്ള ആൾക്കാരെ മീറ്റ് ചെയ്യണം. എന്റെ ബ്രദറിനൊക്കെ പേടിയാണ്, നീ എന്തേ ചെയ്യണ, നിന്റെ സീരിയസ്നെസ് അറിയില്ല നിനക്ക് എന്നൊക്കെ പറയും. പക്ഷെ ഹസ്ബൻഡ് പറയും, നീ പേടിക്കണ്ട, നിന്റെ ബോഡി ലാംഗ്വേജിൽ പേടി വന്നു കഴിഞ്ഞാൽ നിനക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ബോഡി ലാംഗ്വേജ് മാറ്റണം നമ്മൾ തനിയെ പോകുമ്പോഴൊക്കെ. ഡ്രസ്സ്, ബോഡി ലാംഗ്വേജ് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് അതിനൊക്കെ. ഞാൻ ആ രീതി തന്നെ ഞാൻ ഇറങ്ങാറുള്ളൂ ഒറ്റയ്ക്കൊക്കെ. പിന്നെ നമ്മളിപ്പോൾ ഇതിനൊക്കെ വരുമ്പോഴും ഒറ്റയ്ക്ക് വരുന്നു പോകുന്നു, നമ്മളല്ലാതെ പിന്നെ വേറെ ഒരാൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും? നമ്മുടെ സേഫ്റ്റി നമ്മളെ ഗാർഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ തന്നെയാണ് നമ്മളെ പിന്നെ സംരക്ഷിക്കേണ്ടതും സംരക്ഷിക്കുന്നതും ഒക്കെ. ഒരാൾ ഹെൽപ്പിന് ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊള്ളാം, പക്ഷെ അല്ലാതെ അവരെയും കൊണ്ട് ഇങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാന്നൊക്കെ അത് വേറൊരാൾക്ക് ഇന്നത്തെ കാലത്ത് ബേർഡനാണ്. ഇന്ന് തിരക്കില്ലാത്ത ആരുമില്ല. പിന്നെ ഒരാൾ നിൽക്കുന്ന ജോലിന്ന് വേണം നമ്മൾ അവരെ വിളിച്ച് ഇന്ന് ഞങ്ങൾ ഇന്നടത്തോട്ട് പോകണം. ആദ്യമൊക്കെ ഇനിഷ്യൽ സ്റ്റേജിൽ എല്ലാവരും വരും, പിന്നീട് അത് അവർക്ക് വലിയ തലവേദനയാവും. എത്രത്തോളം യൂസ് ടു ആയിരുന്നു സ്വന്തമായിട്ട് ട്രാവൽ ചെയ്യാൻ? എത്ര സമയം എടുത്തു? അത് ആദ്യം മുതലേ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാൻ മാനേജ് ചെയ്തു? ഷൂട്ടിന് എനിക്ക് തോന്നുന്നു ആങ്കറിങ്ങിനൊക്കെ ആദ്യം ഫസ്റ്റ് തുടങ്ങിയ സമയത്ത് അമ്മ വന്നു കേട്ടോ. ഫസ്റ്റ് അന്ന് കുഞ്ഞുണ്ട് ചെറുത്, അപ്പം ഫസ്റ്റ് ടൈം വന്നു അമ്മ. പിന്നെ ഞാൻ തന്നെ തുടങ്ങി. പിന്നെ മൂവിക്ക് വരുമ്പോഴും ഫസ്റ്റത്തേതിന് ഹസ്ബൻഡ് വന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇവർക്ക് എന്താ, നമുക്കും അറിയില്ല എന്താന്ന്, ഫാമിലിക്കും അറിയില്ല. അപ്പോൾ വന്ന് നോക്കി കഴിയുമ്പോഴാണല്ലോ ഇത് എന്താണെന്നറിയാം. ഓക്കെ, ഇനിയിപ്പോൾ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുള്ളത് മനസ്സിലാവും. അങ്ങനെ അതിന് ശേഷം പിന്നെ ആരും വന്നിട്ടൊന്നുമില്ല. ബ്രദർ ഇവിടെ ഉള്ളത് കൊണ്ട് ഇടയ്ക്ക് വന്ന ഒരു സപ്പോർട്ട്, വന്ന് സംസാരിക്കും, കാര്യങ്ങൾ അറിയാൻ വേണ്ടി ജസ്റ്റ് ഒരു ഹെൽപ്പിന് അത്യാവശ്യം, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മളെ ഗാർഡ് ചെയ്യുക, അത്ര തന്നെ. എത്രത്തോളം ഇനി ആങ്ഷ്യസ് ആണ്? ഇനി ഇതാ അങ്ങനെ ത്രില്ലിങ്ങിലിരിക്കുക, റിലീസാവുന്നു, പേടിയുണ്ട്, എന്താവുന്നറിയില്ല. അങ്ങനെയല്ല, സിനിമ നല്ല സിനിമയാണ്. ഞാൻ എന്നെ ഇങ്ങനെ ഇത്രയും ഒരു ആക്ട് ചെയ്തിട്ട് ഇതുവരെ ആരും കണ്ടിട്ടില്ല. എൻ്റെ ഫാമിലിയിലുള്ളവർക്ക് പോലും അത്ഭുതമായിരിക്കും. എനിക്ക് ഉറപ്പാണ്. ചേട്ടൻ പറഞ്ഞു എന്ന് വെച്ചാൽ ഇനി മലയാള സിനിമയ്ക്ക് വളരെ നല്ലൊരു മുതൽക്കൂട്ടായിരിക്കും ഗായത്രി എന്നൊക്കെ പറഞ്ഞു. സാർ അങ്ങനെ പറയുന്നത് എനിക്കൊരു അവാർഡ് കിട്ടുന്ന പോലെയാണ്. കാരണം ഒന്നുമില്ലാത്ത ഞാൻ അങ്ങനെ ചെയ്തെങ്കിൽ അത് സാറിനാണ് ആ ക്രെഡിറ്റ്. അപ്പം ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീട്ടിലാർക്കും അറിയില്ല ഞാൻ എന്തായി ചെയ്തിരിക്കണമെന്ന് തന്നെ. അവർ ഇതുവരെ കണ്ടിരിക്കുന്നത് ലൈറ്റ് ആയിട്ടുള്ള സംഭവങ്ങളല്ലേ. ഇത് അവർക്കും വലിയ ഷോക്കും സർപ്രൈസൊക്കെ ആയിരിക്കും. എന്തായാലും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കണം. ബോംബെയിലാണ്, തീർച്ചയായിട്ടും ഒരു ബോളിവുഡ് കേന്ദ്രമാണ്. എത്രത്തോളം സിനിമകളൊക്കെ കാണാറുണ്ട്? ഞാൻ കാണാറുണ്ട്, ബോളിവുഡ് മൂവീസ് എല്ലാം എല്ലാം മലയാളം കാണാറുണ്ട്, അത് എല്ലാം കാണാറുണ്ട്, മൂവീസ് കാണാറുണ്ട് എല്ലാം. അവിടുത്തെ ഓണം ഫെസ്റ്റിവലൊക്കെ മിക്കവാറും, പ്രത്യേകിച്ച് മറുനാട്ടിൽ പോകുമ്പോൾ മലയാളിക്ക് ഇവിടെ വല്ലാത്ത ഒരു ഐക്യമുണ്ട്. അപ്പൊ അവിടുത്തെ ഒരു എങ്ങനെയാ? ഞങ്ങളുടെ ഏരിയയിൽ ഞങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റിൽ മൊത്തം അവിടെ മലയാളീസ് കുറവാണ്. ഒരു ഫാമിലിയാണ് ഞങ്ങളുടെ 2 ടവറിൽ, ഒരു ടവറിലുണ്ട് മലയാളി. അപ്പൊ ബോംബെയിൽ എവിടെയാണ്? ബോംബെയിൽ അന്തേരി ഈസ്റ്റിൽ. അന്തേരിയിൽ ആഘോഷിക്കണ്ടേ? എപ്പോഴും ആഘോഷമാണ്. ഞാൻ പറയാം, അന്തേരിയിൽ സ്ട്രീറ്റിലൂടെയുള്ള ഡ്രസ് മെറ്റീരിയൽസ് ഒക്കെ ഇവിടെ ഏറ്റവും വലിയ ഷോപ്പിൽ കാണുന്ന പോലെയാണ്. അതിന് ക്വാളിറ്റി ഉണ്ട് അല്ലേ? അതെ അതെ അതെ, ഡിഫറൻസ് ഉണ്ട്. പിന്നെ അങ്ങനെ ഞാൻ ഈ പറഞ്ഞ പോലെ പണ്ടൊക്കെ ആണെങ്കിൽ ഇറങ്ങിയേനെ പുറത്തേക്ക് ഷോപ്പിങ്ങിന്. ഇപ്പോൾ എന്ന് വെച്ചാൽ അങ്ങനെ ഒരു കൂട്ടം അങ്ങനെ ഇറങ്ങി കടയിൽ അതിനുള്ള ക്ഷമയൊക്കെ പോയെന്ന് തോന്നുന്നു. ഇപ്പോൾ എവിടെയെങ്കിലും മോളിലേ കയറുള്ളൂ. ഇപ്പോൾ പിന്നെ അറിയാലോ എവിടെയൊക്കെ പോകണമെന്ന്. അത് പ്ലാൻ ചെയ്താണ് പോകുന്നത്. അത്രേ ഉള്ളൂ. പണ്ട് പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ പോയിട്ടുണ്ട്. PG ചെയ്യുമ്പോൾ ബോംബെയിലായിരുന്നു ഞങ്ങൾക്ക് പ്രോജക്റ്റൊക്കെ. അപ്പോൾ ഇറങ്ങും, പണി കഴിച്ചാൽ ആദ്യം ഇറങ്ങും, ഒരു 3 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇറങ്ങി പിന്നെ എവിടേക്കാന്ന് അന്വേഷിച്ച് പിടിച്ച് ഷോപ്പിംഗ് ആണ് മൊത്തം. ഓൺ സ്ക്രീനിൽ മേനോൻ ചേട്ടൻ്റെ പുതിയ ക്യാരക്ടറാണ് കൃഷ്ണദാസ് അല്ലേ? ദാസേട്ടൻ എന്ന് ഞാൻ ആ സീനിൽ വിളിക്കുന്നതും കേട്ടു. ഓഫ് സ്ക്രീൻ
എത്രത്തോളം നിരീക്ഷിച്ചിട്ടുണ്ട് സാറിന്? യെസ്. ഓഫ് സ്ക്രീൻ ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഗൈഡാണ് സാറ്. എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് അതെന്താ വെച്ചാലേ സാറ് പറയുന്നത് ഭയങ്കര മനസ്സിലാവാത്ത ഭാഷയിലൊന്നും ആയിരിക്കില്ല. ഭയങ്കര രസമായിട്ട് ഒരു സംഭവത്തിൽ നിന്ന് അടുത്ത സംഭവത്തിലേക്ക് ഇങ്ങനെ പോകും. സ്ക്രിപ്റ്റ് പോലെയൊക്കെ ഓരോ സംഭവങ്ങൾ വിവരിക്കുക. അപ്പം അങ്ങനെ നമ്മളൊക്കെ കൗതുകത്തോടെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും സാറിൻ്റെ കഥകളും അനുഭവങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ. ദാസേട്ടൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ക്യാരക്ടർ. അത് അധികം മിണ്ടില്ല, വേറൊരു ടൈപ്പ് ക്യാരക്ടറല്ലേ. ഇല്ല, റിയൽ ലൈഫ് അതുപോലെ തന്നെ ഭയങ്കര ഡിഫറൻസ് ഉണ്ട് സാറിൻ്റെ സ്വഭാവവും ആ ക്യാരക്ടറും തമ്മിൽ. ഒരുപാട് യങ് ആയിട്ടുണ്ടല്ലേ. മേക്കപ്പ് ഭയങ്കര ഒരു ആർട്ട് വർക്കാണ്. അതെ അതെ അതെ, മേക്ക് ഓവറാണ് സാറിൻ്റെ. ഭയങ്കര എന്താ പറയുക, ശരിക്കും സ്ക്രീനിൽ ഞാൻ പറയില്ലേ, ക്യാമറ ഓൺ ചെയ്തിട്ട് നമ്മൾ കാണുമ്പോൾ, എനിക്ക് ഡയറക്റ്റ് കാണുമ്പോൾ തന്നെ അറിയാം അത്. ആ കണ്ണൊക്കെ ഭയങ്കര വ്യത്യാസമാണ്, എക്സ്പ്രഷൻ ആണെങ്കിലും ഒക്കെ. പിന്നെ മോണിറ്ററിൽ കാണുമ്പോഴും അതായത് വേറെ അത് നമുക്കിതൊക്കെ അഴിച്ചു വെച്ചിട്ട് കാണുന്ന ആളല്ല ഇതെന്ന് തോന്നും. അത്രയും ഡിഫറൻസ് ഉണ്ട്. ഫസ്റ്റ് സീൻ എത്ര ടേക്ക് പോയി? പേടിയുണ്ടായിരുന്നു? പേടിയുണ്ടായിരുന്നു, പക്ഷെ അങ്ങനെ ഒരു ലൈറ്റ് ആയിട്ടുള്ള സീനായിരുന്നു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അങ്ങനെ അധികം ടേക്കൊന്നും പോയില്ല. പോയെങ്കിൽ എനിക്ക് ഓർമ്മയുണ്ടായേനെ. പോയിട്ടില്ല, കാരണം അത് പ്രാർത്ഥിക്കുന്നതും പൂജയൊക്കെയാണ് ഗുരുവായൂരപ്പൻ്റെ. അത് ഇങ്ങനെ ആരതി ഒഴിയാൻ ഇത്തിരി ചെറിയൊരിത് വന്നു. അതല്ലാതെ ബാക്കി ഷോട്ട്സ് ഒന്നും വലിയ കുഴപ്പമുണ്ടായില്ല. ഗായത്രിയുടെ എന്നുള്ള ക്യാരക്ടർ ഇപ്പം ആദ്യത്തെ ദിവസം സംസാരിച്ചു ഇങ്ങനെയൊക്കെയാണ്. എന്നാണ് മുഴുവൻ കഥയും പറഞ്ഞു മേനോൻ ചേട്ടൻ അഭിനയിക്കുന്നത് എന്നോട്? ഇല്ല, മുഴുവൻ കഥയും എനിക്ക് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മനസ്സിലായത്. കാരണം ഈ കഥ പോയത് കുറേയൊക്കെ ഗായത്രി കൂടെ ആയതുകൊണ്ട് ഈ കഥയുടെ പോക്കും എല്ലാ കാര്യങ്ങളും എനിക്ക് അഭിനയിച്ച് എനിക്ക് തോന്നുന്നു ഷൂട്ട് തീരാറായപ്പോഴാണ് മൊത്തം പിടികിട്ടിയത്. അപ്പോൾ ആദ്യം എന്താണ് കഥ എന്ന് ചോദിക്കാനുള്ള ഒരു കോൺഫിഡൻസ്, ആ ഒരു ധൈര്യം ഉണ്ടായിരുന്നു? ക്യാരക്ടറിനെ കുറിച്ച് ചോദിച്ചു, കഥ ഞാൻ മൊത്തം ചോദിച്ചില്ല. കാരണം എന്നോട് സാർ ആദ്യം തന്നെ പറഞ്ഞത് ഇത് ഈ ഹീറോയിൻ, ഈ ലേഡി എന്താ പറയുക, സ്ത്രീ കഥാപാത്രത്തിന് അത്രയ്ക്കധികം ഇമ്പോർട്ടൻസ് ഉണ്ട്, അത്രയും ഷെയ്ഡ്സ് കാണിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി എന്തായാലും അത് നന്നായിട്ട് വരുന്നൊരു ക്യാരക്ടറാന്നുള്ള ഒരു വിശ്വാസം എനിക്ക് സാറ് തന്നു. പിന്നെ ഞാൻ കൂടുതൽ ചോദിക്കേണ്ട കാര്യം എനിക്ക് തോന്നിയില്ല. കാരണം അദ്ദേഹം ഇത്രയും സിനിമ എടുത്ത് ഇത്രയും പരിചയമുള്ള ഒരാൾ അങ്ങനെ പറയുമ്പോൾ വ്യക്തമായ ധാരണയോട് കൂടി ആയിരിക്കുമല്ലോ. പിന്നെ പണ്ടൊക്കെ സിനിമ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് മോണിറ്റർ കാണും, പിന്നെ നമ്മൾ തിയേറ്ററിലാണ് കാണും. ഇന്നിപ്പോൾ ഒരു സിനിമ അഭിനയിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷനിൽ ഒരു സൈഡിൽ തന്നെ എഡിറ്ററുണ്ട്, ഓൺലൈൻ എഡിറ്റിംഗ് ഉണ്ട്. ഇവൻ നമുക്ക് നമ്മളെ അവിടെ ഓടിച്ചെന്ന് കാണാം. നമ്മുടെ ഒരു ആകാംക്ഷ കുറേയൊക്കെ അവിടെ തന്നെ തീരും. കുറെ സീനിൽ കണ്ട് നോക്കിയില്ല, സ്ക്രീനിൽ കണ്ട്. അപ്പൊ ഞാൻ അതാ ചോദിക്കുന്നത്, പോയി നോക്കിയോ? ഇല്ല, എനിക്കൊരു പേടിയാണ് ആക്ച്വലി. ഞാനത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും നോക്കി കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലുമൊക്കെ കുഴപ്പവും കുറവൊക്കെ കാര്യം. മേനോൻ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം മേനോൻ ചേട്ടൻ ടെക്നിക്കലി ഒത്തിരി ഒരുപാട് അത് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും. ഇപ്പൊ ഇന്റർവ്യൂവിന് വന്ന പോലും ക്യാമറ അത് വളരെ കാര്യമായിട്ടൊക്കെ ചോദിച്ചൊക്കെയാണ്. ഭയങ്കര പെർഫെക്ഷനിസ്റ്റ് ആണ്. സീനും അതെ. അത് നമുക്ക് പക്ഷെ ആ പെർഫെക്ഷനിസം കൊണ്ട് അദ്ദേഹം പെർഫെക്ഷനിസ്റ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞ് ഓക്കെ, അത് നമ്മളും കംഫർട്ടാണ്. നമ്മൾ അത് അവിടെ ഒരു പടി കൂടെ ഉയരുകയാണ്. എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുമ്പോ ശരിക്കും ഒരു ആസ് എ സ്റ്റാർ അവിടെ വന്ന് വിശേഷങ്ങൾ പറഞ്ഞു പോയാൽ മതി. പക്ഷെ ബാക്കി ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കുമ്പോൾ അതാണ് ഒരു പ്രൊഫഷണലിസം എന്ന് പറയുന്നത്. ഇപ്പൊ സാറിനെ സംബന്ധിച്ചൊരു ആക്ടറാണ്, ഡയറക്ടറാണ്, പ്രൊഡ്യൂസ് ചെയ്യുന്നു, സ്ക്രീൻ ചെയ്യുന്നു, സ്ക്രീൻ റൈറ്റിംഗ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യത്തിന്റെ ഇടയിൽ കൂടെ മൈന്യൂട്ട് ആയിട്ടുള്ള നമ്മുടെ മറ്റ് ആക്ടേഴ്സിന്റെ കാര്യവും എല്ലാം നോക്കണമല്ലോ ഡയറക്ടർ ആകുമ്പോൾ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാൻ ചെക്ക് ചെയ്യാത്തതിന്റെ ഞാൻ നോക്കാത്തതിന്റെ ഒരു കാരണം ഇത് പെർഫെക്റ്റ് ആയാലേ സാർ അധികം ഓക്കെ പറയുള്ളൂ. വെരി ട്രൂ. അതിപ്പോ അപ്പൊ പിന്നെ നമ്മള് പിന്നെ മോണിറ്ററിൽ ചിലപ്പോൾ എന്നോട് വന്ന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഒന്ന് കാണാൻ പറയും, അത് തിരുത്താൻ വേണ്ടി. പലരും എന്നോട് പറയണ്ട അങ്ങനെ മോണിറ്ററിൽ പോയി നോക്കണതും അത്ര ഇതല്ലാന്ന്. അതുകൊണ്ട് ഞാൻ ആദ്യമൊക്കെ മാറി നിൽക്കുമായിരുന്നു. പക്ഷെ എന്നെ ചിലരൊക്കെ അങ്ങനെ അസിസ്റ്റന്റ് പോയി നോക്ക് ശ്രദ്ധിക്കുക അപ്പോഴേ മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി മോണിറ്ററിൽ നോക്കും. എഡിറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ, പക്ഷെ പോയി നോക്കാറില്ല. ഇത്രയും വിശേഷങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ സംവിധാനം ചെയ്യും എന്ന സിനിമയിലെ ആ ഒരു പാട്ട് സീൻ കാണാല്ലേ?
കരിയിലക്കുരുവിയുണർന്നു, കലപിലവാതിൽ തുറന്നു. ഓ കരിയിലക്കുരുവിയുണർന്നു, കലപിലവാതിൽ തുറന്നു. ആകാശഭൂമികളൊന്നാകും നേരം. മലരണിക്കോടു തുറന്നു, മധുമൊഴി മൈന വരുന്നു. ഓ മലരണിക്കോടു തുറന്നു, മധുമൊഴി മൈന വരുന്നു. മധുമൊഴി മൈന വരുന്നു. ആകാശഭൂമികളൊന്നാകും നേരം. ഓ കരിയിലക്കുരുവിയുണർന്നു, കലപിലവാതിൽ തുറന്നു. അമൃതകലകൾ വിടരുമ്പോൾ നടനം കൊള്ളും ജലധീ. അമൃതകലകൾ വിടരുമ്പോൾ നടനം കൊള്ളും ജലധീ. ഹൃദയ തീരം തഴുകി പുലരിയിൽ ഉദയകാന്തി അരുളി. ഹരിതങ്ങളോലുന്ന പ്രകൃതിയിലെങ്ങും പിറവിതൻ മോഹനവർണ്ണം. നിയതിതൻ സർഗവിലാസം. മംഗളമേളം നിറമോലും പൂത്തിരിതാളം. ജീവനതാളം ഇതൾ തീർക്കും നീരജജാലം. മംഗളമേളം നിറമൂലും പൂത്തിരിനാളം. ജീവനതാളം ഇതൾ തീർക്കും നീരജജാലം. മഴയുടെ ഇഴകളിൽ നനവെഴും അവനിതൻ കരളിലെ കുളിരല മധുഗണമായി. മഴയുടെ ഇഴകളിൽ നനവിഴും അവനിതൻ കരളിലെ കുളിരല മധുഗണമായി. ഉല്ലാസങ്ങൾ ശ്രുതിയിടും ഒരു സംഗീതത്തിൻ മണിമയരവ കല്ലോലങ്ങൾ പോലെ മോഹങ്ങൾ. ഹർഷോന്മാദം നൽകും നിമിഷങ്ങൾ. ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ട്, ഭരതനാട്യം പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ അത് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളൊരു വിശേഷമാണ്. സ്കൂളിൽ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ആദ്യം പോയി ഒന്ന് ഡാൻസ് പഠിപ്പിക്കും, എന്നിട്ട് ഒരു അരങ്ങേറ്റം നടത്തും അല്ലേ? എന്നിട്ട് 10ാം ക്ലാസ്സോട് കൂടി അത് നിർത്തുകയും ചെയ്യും. ഞാൻ പക്ഷെ നിർത്തിയില്ല. ഞാൻ ഈ അടുത്ത് വരെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നു. കളിച്ചു, 2011 കളിച്ചു. ഒരു 90% ഒരു 10th ഒക്കെ ആവുമ്പോ പിന്നെ പഠിത്തത്തിലോട്ടായി. അതെ അതെ അതെ. പക്ഷെ എന്നാലും അതൊരു അനുഗ്രഹ കാര്യം, കുഞ്ഞുനാളിലെ ഡാൻസിലൂടെ പോവാം. താളമൊക്കെ കിട്ടുമല്ലോ, പിന്നെ എന്ത് വേണമെങ്കിലും കളിക്കാലോ, എപ്പോ വേണമെങ്കിലും. അപ്പൊ ഇപ്പോഴും ഡാൻസ് ചെയ്യുന്നുണ്ടോ? ഇപ്പൊ ഞാൻ ചെയ്യണ എന്താ വെച്ചാൽ ഞാനും പിള്ളേരും കൂടെ നമ്മൾ എല്ലാ തരവും ഡാൻസും വെച്ച് സുംബയും അതും ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യും, വെറുതെ ഒരു ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടിയിട്ട്. മറ്റേ ബോളിവുഡും എല്ലാം വെക്കും. എന്നുവെച്ചാൽ ഇപ്പത്തെ സ്റ്റെപ്സ് ഒക്കെ ഡിഫറെന്റ് ആണല്ലോ നമ്മൾ. അപ്പൊ അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം, അത്രേ ഉള്ളൂ. ഗായത്രിയുടെ ഒരു സ്പെഷ്യാലിറ്റി പെട്ടെന്ന് പറയുകയാണെങ്കിൽ പ്രേക്ഷകരിലോട്ട് എന്താണ് പറയാനുള്ള പ്രേക്ഷകരോട്? ഗായത്രി സാധാരണ നമ്മളിപ്പോൾ കാണുന്ന ഏതൊരു സ്ത്രീയുടെയും ഒരു റെപ്രസെൻറ്റേറ്റീവ് ആണ്. കാരണം നമ്മൾക്ക് എല്ലാവർക്കും മനസ്സിൽ പല ആഗ്രഹങ്ങൾ ഉണ്ടാവും, അത് ചെയ്യണം, ഇത് ചെയ്യണം, അച്ചീവ് ചെയ്യണം. പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് അടിച്ചമർത്തേണ്ടി വരും. ഫാമിലിയിലെ പ്രഷറോ, കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള പ്രഷറോ, ഈവൻ ഒരു പ്രഷറും അല്ലെങ്കിലും ഫാമിലിയോടുള്ള അമിതമായ ആത്മാർത്ഥത കൊണ്ടും പലതും വേണ്ടാന്ന് വെക്കും. സത്യം വെക്കും. ഇപ്പൊ ഒരു ഡാൻസർ ആവണം എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ ഞാൻ ഇപ്പൊ ഇവര് ഡാൻസ് കളിക്കാൻ പോയാൽ ഫാമിലിക്ക് പ്രശ്നം വരും, അല്ലെങ്കിൽ മറ്റു അതൊക്കെ വെച്ച് നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളെ മാറ്റി നിർത്തും. അങ്ങനെ ഒരു ക്യാരക്ടറാണ് ഗായത്രി. ഇതില് ഗായത്രി ഡാൻസർ ആവാൻ ആഗ്രഹിച്ചു,
പക്ഷെ അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, പണ്ട് ഡാൻസ് കളിച്ചതിനൊക്കെ പിടിച്ച് അടിച്ചിട്ടുണ്ട്, അങ്ങനെ അത്രയും സ്ട്രിക്റ്റ് ആണ്. പക്ഷെ മനസ്സിലത് കൊണ്ട് നടക്കുകയായിരുന്നു ഇവര്. അപ്പൊ അത് ഉപേക്ഷിക്കപ്പെട്ടതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ എന്ന് പറയാൻ വേണമെങ്കിൽ ഒരു സപ്രസ് ചെയ്ത് അവനവന്റെ ആഗ്രഹങ്ങൾ അടിച്ചമർത്തി പേരൻസ് പറഞ്ഞത് കേട്ട് ഒരു കല്യാണം കഴിച്ച് വന്ന് പിന്നീട് ഉണ്ടാവുന്ന ചാലഞ്ചസ് ലൈഫില് അതെല്ലാം നേരിടുന്ന. ഓക്കെ, അപ്പം ഗായത്രിക്കും കുറേ കാര്യങ്ങളുണ്ട് ചെയ്യാൻ. അതെ 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 അതെ. ഒരു ബാങ്ക് എംപ്ലോയി ആണ് ഇവര്, എന്നാലും അവർക്ക് വേറൊരു ഫേസും കൂടി ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. എനിവേ, സ്ക്രീനിൽ തിളങ്ങട്ടെ, ഒരു സൂപ്പർ ഹിറ്റ് ആവട്ടെ സിനിമ. താങ്ക് ഓൾ യു ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.